ധാരാളം കാമ്പൗണ്ട്. സായിപ്പിന്റെ കമ്പനിയുടെ വകയായിരുന്നു 2 ഏക്കർ സ്ഥലം, ഗാർഡൻ. നമ്മുടെ ആളുകളായിരുന്നെങ്കിൽ വെട്ടിമുറിച്ച് 12 വീടുകൾ കയറ്റി നശിക്കും. വരും. ശങ്കര, സാധനങ്ങളൊക്കെ വന്നോ ശങ്കര? ഒരു ലോഡ് കൂടി വരാനുണ്ട്, ബാക്കിയൊക്കെ ആയി. ആ കുളിമുറിയിൽ കുറച്ച് പണിയുണ്ട്, അതിന് നാളെ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂ. സായിപ്പ് ഇതിനിട്ടിരുന്ന പേര് സൺഷൈൻ എന്നായിരുന്നു. നമുക്ക് വേണേ മാറ്റാം. കുറെ കൂടി കവിതയുള്ള പേര് വല്ല രോഹിണിക്ക് തോന്നുന്നുണ്ടോ? അല്പം സൂര്യപ്രകാശം. എന്താ? വരൂ. എന്ത് തോന്നുന്നു? ഫോൺ കിട്ടിയോ ശങ്കര? വെച്ചല്ലോ. ജോലിക്കാരെയൊക്കെ ശങ്കരൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശങ്കരൻ കൂടെ ഉള്ളപ്പോ ഒരു പ്രോബ്ലം ഇല്ല. കുട്ടിക്കാലം മുതൽക്കേ ശങ്കരൻ ഞങ്ങളുടെ കൂടെയാണ്. ചിലപ്പോ അരിവെപ്പുകാരൻ, ചിലപ്പോ കാര്യസ്ഥൻ, മറ്റു ചിലപ്പോ രക്ഷിതാവ്, അങ്ങനെ പല റോളിലും. ഊണ് കഴിക്കണില്ലേ ആവോ? വരട്ടെ. ഇന്ന് കോൺഫറൻസ് ഉണ്ട്, 9 മണിക്ക് കഴിയുന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 10-12 മണിയാവും എന്നർത്ഥം. സേട്ടുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, ദീപാവലിയുടെ പാർട്ടിയൊക്കെ കാണും. ഇത് കഴിഞ്ഞിറങ്ങിയാൽ വരാന്തയിൽ ഒരു 10 മിനിറ്റ്, കാറിനടുത്ത ആള് കാണും, അവിടെ ഒരു അരമണിക്കൂർ. ഇതൊക്കെ പറയുവാ. കുട്ടി ഊണ് കഴിച്ചോളൂ, വയറ് കായണ്ട. വരട്ടെ ശങ്കരൻ നായരെ. With night we vanish so low, pack clouds away and welcome day. With night we vanish so low, sweet air blows soft, mount like a love. With night we vanish so low. To give my love good morrow, wings from the wind to please her mind, roots from the rock I will borrow, bird from the wing, nightingale sing, to give my love good morrow. With night we vanish so
ഗോഡ്, സെൻട്രലിൽ നിന്നും വന്ന ടീം ശുദ്ധ ഇഡിയറ്റ്സ്. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യം 5 മണിക്കൂർ പറഞ്ഞാലും മനസ്സിലാവില്ല. ഫ്രീ ആയിട്ട് അല്പം സമയം കിട്ടേണ്ടി ഒന്ന് ഫോൺ ചെയ്യാൻ. വെരി ടയർഡ്. മേല് കഴുകുന്നില്ലേ ഉണ്ണുന്നതിന് മുമ്പ്? ഞാൻ ഡിന്നർ കഴിച്ചു, അവർ വിടണ്ടേ? നേരത്തെ കിടക്കാം, രാവിലെ എണീറ്റ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണം. ഞാൻ ഉണ്ടിട്ട് വരാം. അപ്പൊ ഉണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, സമയത്തിന് ഊണ് കഴിക്കണം. എന്നെ കാത്തിരിക്കണ്ട. നേരത്തെ രക്ഷപ്പെടാൻ കഴിയുന്ന ദിവസം ഞാൻ എത്തിക്കോളാം. പോയി ഊണ് കഴിക്കൂ. ആ കൂട്ടാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അമ്മേ. സമയാസമയത്ത് കൃത്യമായി ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എനിക്ക് അറിഞ്ഞൂടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങോ ഡിസ്കഷനോ കോൺഫറൻസോ ഉള്ള ദിവസം ഞാൻ വൈകുമെന്ന്? അതുകൊണ്ട് ആരും ഊണ് കഴിക്കാതെ കാത്തിരിക്കണം. അത് ജോലിക്കാർക്കും ബാധകമാണ്. ആരും വിശന്നിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പതിവ് അറിയാവുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് നേരത്തിന് ഇത്തിരി എടുത്ത് കഴിക്കും. എന്റെ കാര്യം കൊണ്ട് സാരമില്ല. ഓ, അത് മറന്നുപോയി. ആ ബിൽഡിംഗ് കോൺട്രാക്ട് സേട്ടു ദീപാവലിയുടെ സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഒരു പുതിയ കാറിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വരും. ഇപ്പൊ കുടുംബസ്ഥനായതുകൊണ്ട് ചിലർ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓ, കാറിന്റെ കീ എന്റെ കയ്യിലാ. ഊണ് കഴിച്ചോളൂ.